ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ സദ്യൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഓണമെല്ലാം വരുന്നല്ലോ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കുന്നൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന്. അത് വലിയ വ്ളോഗൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ നമ്മൾ അന്ന് സദ്യ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എടുത്ത ചെറിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുറേ ആയി ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഓരോ കാര്യം കൊണ്ട് മറന്നുപോയി. അപ്പോൾ ഇവൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കേട്ടോ. സാമ്പാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കി. സാമ്പാർ ഒക്കെ അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ സദ്യ ഇഷ്ടമുള്ള ആൾക്കാർ എത്ര ഉണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സദ്യനെക്കാട്ടും നമുക്ക് പുറത്ത് പോയിട്ട് പുറത്ത് ചില കല്യാണ വീട്ടിലെല്ലാം പോയി കഴിക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളപ്പുറത്തെ വീട്ടിലെല്ലാം ചേച്ചിമാരെല്ലാം നമ്മളെ വിളിച്ചിട്ട് തരുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ആരും കാണുന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെ സദ്യ ഉണ്ടാക്കിയാൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചോറൊന്നും ഒരുപാട് കഴിക്കില്ലെങ്കിലും ഇങ്ങനത്തെ സദ്യയിലുള്ള എല്ലാ കറികളും കുറച്ച് ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പോൾ പണ്ടൊന്നും എനിക്കറിയില്ലേനെ സദ്യക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം. ഇപ്പം എനിക്ക് സദ്യ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ സദ്യ. പണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ പോയി കഴിക്കാല്ലേ, നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ വിളിക്കുമ്പോൾ നമ്മൾ പോയി കഴിക്കുന്ന എന്തെങ്കിലും പരിപാടി വരുമ്പോൾ, ഓണം വിഷുവൊക്കെ വരുമ്പോൾ. പക്ഷേ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ, നമ്മളുണ്ടാക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഈസി എന്ന് എനിക്കറിയാം. ഇതൊരു ഈസി ആയിട്ടുള്ള ബിരിയാണി എല്ലാമാണ് കുറച്ചും കൂടി ഈസിയാണ്, പക്ഷേ സദ്യ ഈസിയേ അല്ല. അപ്പോൾ എൻ്റെ നാവിൽ എപ്പോഴും കുറച്ച് ഓർമ്മകളുണ്ടാവില്ല. നമുക്ക് ചില സദ്യ കഴിച്ച ഓർമ്മകൾ, അങ്ങനെ കുറച്ച് ഓർമ്മകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കഴിച്ച ചില സദ്യ ഭയങ്കര ടേസ്റ്റുള്ള സദ്യ, അതുപോലെ ചില കല്യാണ വീട്ടിൽ പോയി കഴിച്ചിട്ടുള്ള, പിന്നെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചി വിളിച്ചിട്ട് അവിടെ പോയി കഴിച്ചത്. പക്ഷേ അതൊന്നും ഇപ്പോഴും മറക്കാൻ പറ്റില്ല കേട്ടോ. ഈ സദ്യ എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെ, എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഒപ്പീനിയൻ എനിക്കറിയില്ല. അപ്പോൾ ഓണത്തിന്, വിഷുവിന്, ഇങ്ങനെ ബർത്ത്ഡേ, ഇങ്ങനത്തെ പരിപാടിയെല്ലാം വരുമ്പോഴാണ് മെയിനായിട്ട് സദ്യ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം ചേച്ചിമാർ സാമ്പാർ, പച്ചടി ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുത്തരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ഇന്ന് ഇവരിത് കൊണ്ടുത്തരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ബിരിയാണിയിലേക്ക് മാറി. എല്ലാവരും പെട്ടെന്ന് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി ഇതാക്കി കളയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കാണുന്ന എൻ്റെ ഏതെങ്കിലും നൈബേഴ്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കരുത്. നിങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ട് നമ്മളെയും കൂടി എപ്പോഴും വിളിക്കണം, എന്തായാലും വിളിക്കണം. അപ്പോൾ ഇവർക്ക് അറിയില്ല നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സദ്യ എന്നുള്ളത്. പ്രത്യേകിച്ച് സദ്യയിലുള്ള വെറും സാമ്പാറും ചോറും ആണെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് ഇവരുണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർക്കുന്നു. അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കി ഇത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്, കണ്ടില്ല പ്ലേറ്റ്. എനിക്കിങ്ങനെ ചോറ് കുറച്ചും ബാക്കി എല്ലാ സാധനവും കുറേ ഇട്ടിട്ട് തിന്നാനാണ് ഇഷ്ടം സദ്യയിൽ. അങ്ങനെ നമ്മളെ സദ്യ കംപ്ലീറ്റായി. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നല്ലോണം ചൂടാക്കി തിന്ന് കഴിഞ്ഞ്. അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇതിനെല്ലാം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ ദെൻ.